തൊടുപുഴയിലെ ബിജുവിന്റെ കൊലപാതകത്തിൽ നിർണായക തെളിവായി ഒന്നാം പ്രതി ജോമോന്റെ കോൾ റെക്കോർഡ് കൊലപാതകത്തിന് ശേഷം ജോമോൻ പലരെയും വിളിച്ച് ദൃശ്യം 4 നടത്തിയെന്ന് പറഞ്ഞതിന്റെ റെക്കോർഡാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചത്. ജെയിനസ് രാജുണ്ട് വിവരങ്ങളുമായി. ജെയിൻ, ദൃശ്യം 4 നടത്തിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഫോൺ സന്ദേശങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് അന്വേഷണങ്ങൾ എത്ര വേഗത്തിലാണ് ഫോണിലേക്കും ഒക്കെ പോകുന്നതെന്ന് അറിയാതെ പോയി. എന്തായാലും ആളെ അധികം വൈകാതെ തന്നെ പോലീസ് പിടികൂടുകയും ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ് പുതുതായി പോലീസിന്റെ കൈകളിലേക്ക് വരുന്ന തെളിവുകൾ? എത്ര ആസൂത്രണത്തോടെയാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട ആളുടെ ഭാര്യയുടെ പ്രതികരണമൊക്കെ കഴിഞ്ഞ ദിവസം വന്നതാണ്. തീർച്ചയായിട്ടും രവീഷ്, വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു ജോമോനും സംഘവും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസിന് ഈ കേസിൽ വളരെ നിർണായകമാകാവുന്ന തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് ജോമോന്റെ ഫോൺ ഓട്ടോ റെക്കോർഡറായിരുന്നു. അതുകൊണ്ട് തന്നെ ജോമോൻ വിളിച്ച എല്ലാ കോളുകളും ഫോണിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു. പോലീസ് ഇത് റിട്രൈവ് ചെയ്തെടുത്തപ്പോഴാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചത്. ഇതിൽ പ്രധാനമായും ഈ കൊല നടത്തിയതിനു ശേഷം ജോമോൻ പലരെയും വിളിച്ചിട്ടുണ്ട്. അവരോടൊക്കെ വലിയ ആത്മവിശ്വാസത്തോടെയാണ് ജോമോൻ പറഞ്ഞത്, ഇതൊരു ദൃശ്യം മോഡൽ കൊലപാതകമാണ്, ഈ മൃതദേഹം ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല എന്ന ആത്മവിശ്വാസത്തോടെയായിരുന്നു ജോമോൻ സംസാരിച്ചത്. അതടക്കമുള്ള ഫോൺ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഈ സംഭവം കൃത്യം നടക്കുന്ന സമയത്ത് ഈ കൂട്ടുപ്രതികളുമായി ജോമോൻ നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ, അതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസിന് ഇപ്പോൾ ജോമോന്റെ ഫോണിൽ നിന്ന് തന്നെ ലഭിച്ചിരിക്കുന്നത്. ഈ കേസിലെ വളരെ നിർണായകമായിട്ടുള്ള തെളിവാണ്. കാരണം കൊലക്കുറ്റം തെളിയിക്കുന്നതിന് അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്ന സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എവിഡൻസ്, ഇതിന്റെ ആസൂത്രണവുമായി ബന്ധപ്പെട്ട എവിഡൻസ് ആണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ശരി, ദൃശ്യം 4 നടത്തിയെന്നാണ്. ദൃശ്യം 3 അനൗൺസ് ചെയ്തു എന്നൊക്കെ ഒരുപക്ഷെ അല്ലേ അയാൾ കേട്ടിട്ടുണ്ടാവും. എന്തായാലും ദൃശ്യം 4ലേക്കുള്ള അല്ലേ എല്ലാം സിനിമയെ കണക്ട് ചെയ്യും. എന്ത് ക്രൂരത ചെയ്താലും അത് സിനിമയിലേക്ക് കണക്ട് ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ പോലീസ് സംവിധാനം അത്യാവശ്യം ഭേദപ്പെട്ട നിലയിലാണ്. അതുകൊണ്ട് എന്ത് ക്രൂരത ചെയ്താലും പോലീസ് വേണമെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് ആളെ ഈ കേസിലേക്ക് തന്നെ എത്തിയത് തന്നെ ഒരു വഴിത്തിരിവായിരുന്നു. വേറൊരാളെ പിടികൂടി അതിനുശേഷം എത്തിയതിനു ശേഷം ചുരുളുകൾ ഒന്നായി അഴിഞ്ഞു. എല്ലാ തെളിവുകളും എന്തായാലും ജോമോനെ സംബന്ധിച്ചും എതിരാണ്.